അങ്ങനെ നമ്മുടെ ഗോവിന്ദ് എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുകയാണ്. നമ്മുടെ രാധികാമ്മയും വരുണും കൂടി ചേർന്ന് ആസൂത്രണം ചെയ്യുന്ന എല്ലാ പദ്ധതികളും പുള്ളിക്കാരൻ കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പ്രതികരിക്കാതെയൊന്നും ഇരിക്കുന്നില്ല. സ്വന്തം രണ്ടാനമ്മയാണെങ്കിൽ പോലും അമ്മയേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടതായിട്ട് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു വിഗ്രഹമാണ് നമ്മുടെ രാധികാമ്മ ഗോവിന്ദിൻ്റെ മനസ്സിൽ. എന്നിട്ട് ഗോവിന്ദ് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും രഞ്ജുവിനെ പറ്റിയുള്ളത് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇങ്ങനെ അനാവശ്യമായ പദ്ധതികളൊക്കെ ഇടുന്നത്? ഇപ്പം എനിക്ക് മനസ്സിലായി, ഗീതു പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന കാര്യം എനിക്കിപ്പോൾ ബോധ്യമായി. നിങ്ങളെപ്പറ്റിയൊന്നും ഞാൻ ഇങ്ങനെയല്ല മനസ്സിൽ വിചാരിച്ച് വച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ കൊടുക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. രാധികാമ്മയും അതുപോലെ വരുണും എന്താ പറയുന്നത്, അവർ പെട്ടു എന്നവർക്ക് മനസ്സിലാവുകയാണ്. ഇനി ഗോവിന്ദൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു.